ആരെങ്കിലും കയ്യിലേക്ക് കൊടുത്തു വിടാവും. അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. ആരുടെയിലെ കയ്യിൽ കൊടുത്തു വിടാം. ദ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് or magistrate of the first class may direct a warrant to any person within his local jurisdiction for the arrest of any escaped convict. ഒരു കൺവിക്റ്റ് ഉണ്ട്, അയാൾ എസ്കേപ്പ് ചെയ്താൽ അയാൾ പ്രൊക്ലൈംഡ് ഒഫൻഡർ അല്ലെങ്കിൽ പ്രൊക്ലൈം ഒഫൻഡറിന് വേണ്ടി ഉള്ള വാറണ്ട് ആണെങ്കിൽ എനി പേഴ്സൺ ഹൂ ഈസ് അക്യൂസ്ഡ് ഓഫ് നോൺ ബെയിലബിൾ ഒഫൻസ് ആൻഡ് ഈസ് ഇവേഡിങ് അറസ്റ്റ്, അറസ്റ്റിനെ ഇവേഡ് ചെയ്തുകൊണ്ട് അറസ്റ്റിനെ ഒഴിവാക്കിക്കൊണ്ട് നടക്കുന്ന നോൺ ബെയിലബിൾ ഒഫൻഡറോ കോടതി പ്രൊക്ലെയിം ചെയ്ത ഒഫൻഡറോ അല്ലെങ്കിൽ ചാടിപ്പോയൊരു കൺവിക്റ്റോ ആണെങ്കിൽ അവനെ എന്ത് ചെയ്യണം? ലോക്കൽ ജൂറിസ്ഡിക്ഷനുള്ള മജിസ്ട്രേറ്റ് വഴി എന്തായിക്കണം? വാറണ്ട് അയക്കണം. ഓക്കെ. Such a person shall acknowledge us in writing receipt of ഉദാഹരണം, വാറണ്ട് സാധാരണ കൊണ്ടുപോകുന്ന പോലീസുകാരാണ്. ഇപ്പൊ കോടതിക്ക് തോന്നുകയാണ് ഞാൻ അവിടെ നിൽക്കുക വക്കീലായിട്ട്, വക്കീലിനെ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാമോ? ഓ ശരി, എന്നാ പിടിച്ചു, വക്കീലിന് കൊടുക്കാം. അവൻ പോലീസുകാർ തന്നെ പോകണമെന്നില്ല. കോടതിയിലെ ബെഞ്ച് ക്ലർക്കിനെ ഏൽപ്പിക്കുന്നു, നിങ്ങളുടെ വീട്ടിന്റെ അടുത്തല്ലേ, നിങ്ങൾ ഇനി പിടിച്ചോണ്ട് പോവാ, അങ്ങനെയും കൊടുക്കാം. ഇതൊന്നുമല്ല, വേറൊരാൾ തേർഡ് പേഴ്സൺ അവിടെ നിൽക്കുന്നു, മജിസ്ട്രേറ്റ് ചോദിക്കുകയാണ് ഈ വാറണ്ട് തന്നെ നിങ്ങൾക്ക് പിടിച്ചോണ്ട് വരാമോ? അങ്ങനെ പിടിച്ചോണ്ട് വരാം. എനി പേഴ്സൺ, ആരെ വേണേലും ഏൽപ്പിക്കാം. മനസ്സിലായോ? Such a person shall acknowledge in writing the receipt of warrant and shall execute it person to who arrest it is issued is in or enters on any land or other property under this charge. എന്താ പറഞ്ഞേക്കുന്നേ? ആദ്യം അത് നല്ലപോലെ വായിക്കണം. സച്ച് പേഴ്സൺ, ഏത് സച്ച് പേഴ്സൺ? ആരാണോ വാറണ്ട് കോടതിയിൽ നിന്ന് വാങ്ങിയത് അയാൾ. ഷാൽ acknowledge in writing the receipt of warrant shall execute it person to whose arrest it was issued. ആരെ അറസ്റ്റ് ചെയ്യണമെന്നാണോ അതിൽ എഴുതിയിട്ടുള്ളത് അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. എന്താ? ഇൻ ഓർ എൻഡേഴ്സ് ഇൻ എനി ലാൻഡ്, ഏത് ഭൂമിയിലും കയറാം. അതർ പ്രോപ്പർട്ടി, അവിടെയും കയറാം. അണ്ടർ ദിസ് ചാർജ്, ഈ 75(2) 75(1) വാറണ്ടും കൊണ്ട് വാറണ്ട് വാങ്ങിയാക്ക് ഏത് ലാൻഡിലും പ്രവേശിക്കാം. അടുത്തത്, when the person against to whom such warrant is issued is arrested, he shall be made over with the warrant to the nearest police officer. പോലീസുകാരനല്ല അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നിയറസ്റ്റ് പോലീസ് ഓഫീസിൽ എന്ത് ചെയ്യണം? അവനെ ഹാൻഡ് ഓവർ ചെയ്യണം. Who shall cause him to take before the magistrate having jurisdiction in the case? ഏത് മജിസ്ട്രേറ്റിനാണോ ഈ കേസിൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത് ആ ജൂറിസ്ഡിക്ഷനിലേക്ക് ആര് കൊണ്ടുപോകണം? പോലീസുകാർ കൊണ്ടുപോകണം. അൺലസ് സെക്യൂരിറ്റി ഈസ് ടേക്കൺ അണ്ടർ സെക്ഷൻ 73. ആ 73 പ്രകാരം അവനെ അവിടെ അങ്ങ് പാർപ്പിക്കുകയാണെങ്കിൽ കൊണ്ടുപോകേണ്ടതില്ല. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇനി അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് 80 നോക്കാം കേട്ടോ. ശരി. വാറണ്ട് ഫോർവേഡർ ഫോർ എക്സിക്യൂഷൻ ഔട്ട്സൈഡ് ജൂറിസ്ഡിക്ഷൻ. ജൂറിസ്ഡിക്ഷന്റെ പുറത്ത് എങ്ങനെ